പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവിലേക്ക് വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 20, 21, 22 വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു, ഇടത്തു കൈയിൽ പന്തവും വലത്ത് കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാളെന്ന് ആർത്തു. അവർ പാളയത്തിന് ചുറ്റും ഓരോരുത്തർ തന്താന്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. വളരെ പരിചിതമുള്ള, ഒട്ടനവധി പ്രാവശ്യം കേട്ടിട്ടുള്ള തിരുവചന ഭാഗം. ഗിദെയോൻ എന്ന മനുഷ്യനിലൂടെ നീണ്ട 7 വർഷത്തെ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ നിന്ന് ദൈവജനത്തെ പുറത്തു കൊണ്ടുവരുന്ന അസുലഭ നിമിഷം എന്ന് പറയണം. ഏത് കാലത്തും അടിമത്തത്തിൽ കിടക്കുന്ന, പ്രതിസന്ധികളിൽ കിടക്കുന്ന വ്യക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ ചിലരെ കർത്താവ് നിയോഗിക്കും. ചില വ്യക്തികളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അതേ, പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൈമാറുന്നു. താങ്കളുടെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കാൻ, താങ്കൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നസങ്കീർണമായ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആത്മാവിനാൽ നിയോഗിതനായ ചിലരെ ദൈവം ഫലമേൽപ്പിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 6-ാം അധ്യായത്തിൽ ഗിദെയോൻ ചോദിച്ച ചില ചോദ്യത്തിന്റെ മറുപടികളാണ് വെളിപ്പെടുന്നത്. 6:13 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ന് ദൈവത്തിന് സ്തോത്രം. ഒരു ചോദ്യമല്ലേ പ്രിയമുള്ളവരെ? ഗിദെയോനോട് അങ്ങോട്ട് ചോദിക്കുന്നു, അല്ലയോ പരാക്രമശാലി എന്ന് ദൂതൻ വിളിക്കുമ്പോൾ ഗിദെയോന്റെ ചോദ്യം, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ സമയം അത്രയും ഞങ്ങൾക്ക് വന്ന് ഭവിച്ചതൊക്കെ എന്താ? അതല്ലേ പ്രിയരെ നമുക്കുള്ള ചോദ്യം. കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ രക്ഷ, എന്റെ ജീവന്റെ ബലമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥനാ റൂമിൽ ഘോരഘോരം പ്രാർത്ഥിക്കാറുണ്ട്. അതേസമയം തന്നെ മാറി നിന്ന് നമുക്കൊരു ചോദ്യമുണ്ട്, ചിന്തയുണ്ട്. യഹോവ എന്റെ ജീവന്റെ ബലമെങ്കിൽ, യഹോവ എന്റെ വെളിച്ചമെങ്കിൽ, നമ്മൾ ഈ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ കാരണം എന്താണ്? എന്തുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നു? ഇതിനൊരു അറുതിയില്ലേ? ഇതിനൊരു മാറ്റമില്ലേ? ഇത് തന്നെയാണ് ഗിദെയോനും ചോദിച്ചത്. ഞാൻ പരാക്രമശാലി എന്ന് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, മിഥ്യാനിയുടെ കയ്യിൽ നിന്ന് നിന്നെയും ജനത്തെ ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് നിൽക്കട്ടെ, ഈ ബലത്തോടെ പോകാൻ പറഞ്ഞത് നിൽക്കട്ടെ. ഒറ്റ ചോദ്യം, യഹോവ നമ്മോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടെങ്കിൽ ഈ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഞങ്ങൾ അനുഭവിച്ച ഈ വിഷയങ്ങൾ എന്തുകൊണ്ട്? അർത്ഥാൽ ഏത് ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എന്റെ ചിന്തയിൽ പറഞ്ഞൊരു കൂടപ്പുറപ്പിനെ പോലെയാണ്. ഏത് കാലവും പ്രതിസന്ധിയുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ അതിനെ ജയിക്കാൻ, അതിനെ തരണം ചെയ്യാൻ ദൈവത്തിന്റെ കരം ചലിക്കുവാനിടയായിത്തീരും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ പ്രതിസന്ധികളുടെ, ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ ദൈവം ഒരു കാലപരിധി, സമയപരിധി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 7 വർഷത്തെ പ്രതിസന്ധികൾ കണ്ട്, പ്രതികൂലങ്ങൾ കണ്ട് ഗിദെയോന്റെ ചോദ്യം, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ വന്ന് ഭവിച്ചതൊക്കെ എന്ത്? അതിന് മറുപടിയാണ് 7-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നാം വായിച്ചത്. ദൈവത്തോട് താൻ അപേക്ഷിച്ച പറഞ്ഞു വെച്ച കണ്ടീഷൻസ് എല്ലാം ദൈവം ഗിദെയോന്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്തു.
ഗിദെയോനെ കുറിച്ച് ദൈവത്തിന്റെ സ്തോത്രം, ഞാൻ എന്റെ ചിന്തയിൽ പറഞ്ഞൊരു കാഴ്ചപ്പാട്, ഇവനെ കൊണ്ട് ഞാൻ ആ ജനത്തെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ശബ്ദം പറയുമ്പോൾ, ഈ സന്ദേശം പറയുമ്പോൾ ചിലരെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ കൈമാറുന്നു. താങ്കൾ ക്ഷീണിച്ചു പോകാനുള്ള ഒരു വ്യക്തിയല്ല, താങ്കൾ പുറകോട്ട് മാറി നിൽക്കാൻ ഒരു വ്യക്തിയല്ല, മറിച്ച് ചിലരെ എഴുന്നേൽപ്പിക്കാനും ചിലരെ പുറത്തു കൊണ്ടുവരുവാനും മറ്റാരുടെയും ഉള്ളിലില്ലാത്ത ചില ചോദ്യങ്ങളും മറ്റാരുടെയും ഉള്ളിലില്ലാത്ത ചില ചിന്തകളും ആത്മഭാരങ്ങളും ഉള്ളതുകൊണ്ട് താങ്കളിലൂടെ ചിലരെ പുറത്തു കൊണ്ടുവരുവാനുള്ള ദൈവിക പദ്ധതിയും ദൈവിക പ്ലാനും തന്നിൽ താങ്കളിൽ നിഷിദ്ധമായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗിദെയോന്റെ ചോദ്യത്തിന്റെ മറുപടി 20-ാം വാക്യം വായിച്ചത്, 3 കൂട്ടവും കാഹളം ഊതി. കാഹളം ഊതി കുടങ്ങൾ ഉടച്ചു. ഇടത്ത് കൈയിൽ പന്തം, വലത്ത് കൈയിൽ ഊതുവാൻ കാഹളം പിടിച്ചു. ഗിദെയോനും യഹോവയ്ക്കും വേണ്ടി വാളെന്ന് പറഞ്ഞു. അതെ, അവിടെ വായിക്കുന്നത് കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. ചില കാഹളമൂതാൻ തയ്യാറാണെങ്കിൽ, എന്റെ ചിന്തയിൽ ഭാഷയിൽ പറഞ്ഞാൽ, പ്രാർത്ഥനാ റൂമിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നീ കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി ഉറക്ക വിളിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്നലെ വരെ ഭീതിപ്പെടുത്തിയ, ഇന്നലെ വരെ തളർത്തിക്കളഞ്ഞ, ഇന്നലെ വരെ ഒടുക്കുമെന്ന് വെല്ലുവിളിച്ച ചില ശക്തികളുടെ മേൽ ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി താങ്കളെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കാഹളമൂതി കുടകൾ ഉടച്ചു. അടുത്ത വാക്യത്തിൽ, അവർ പാളയത്തിന് ചുറ്റും ഓരോരുത്തരും താന്താന്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചിട്ടു. ഗിദെയോൻ കണ്ട കാഴ്ച അവർ കാണുന്ന കാഴ്ച. ഇന്നലെ വരെ ഒരു വെട്ടിക്കിളിയെ പോലെ അവരുടെ മുമ്പിൽ നമ്മളായിരുന്നെന്ന് പറഞ്ഞ ആമേൻ അവർ കൂട്ടത്തോടെ വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്ന സാധനങ്ങൾ, അവർ കൂട്ടത്തോടെ വന്ന് യുദ്ധം ചെയ്യുന്ന, ഭീഷണിപ്പെടുത്തുന്ന, വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടവർ ഇന്നും മറ്റൊരു കാഴ്ച കാണാൻ തുടങ്ങിയത് മറ്റൊന്നുമല്ല, അവരുടെ പാളയത്തിനകത്തു വലിയ പാച്ചിൽ തുടങ്ങുന്നത് കാണുന്നു. എന്തേ അങ്ങനെ സംഭവിച്ചത്? ദൈവം ചില വിഷയങ്ങൾക്കകത്ത് ഇടപെടാനിറങ്ങി, ദൈവത്തിന്റെ കരം ചില വിഷയങ്ങളെ തൊടാനിറങ്ങി. അതേ പ്രിയമുള്ളവരെ, താങ്കളുടെ നീറിപ്പോകുന്ന ചില വിഷയങ്ങളുടെ മേൽ, വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, ഹൃദയത്തിനകത്ത് ഞരങ്ങുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തതിന് ആമേൻ പറഞ്ഞ് വിശ്വാസത്തോടെ മുൻപോട്ട് പോകുന്ന എത്ര പേരുണ്ട്? കർത്താവിന് സ്തോത്രം. ഈ സന്ദേശത്തിൽ ഞാനൊരു പ്രിയമുള്ളവരുടെ കൈമാറും. കാഹളമൂതാൻ തയ്യാറാകുക. കുടങ്ങൾ ഉടയട്ടെ, നമ്മുടെ ഈ മൺപാത്രങ്ങൾ ഉടയട്ടെ, നമ്മുടെ കുടങ്ങൾ ഉടയട്ടെ, നമ്മളെന്ന ഞാനെന്ന ഭാവങ്ങൾ ഉടയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്താണ്, ഞാൻ എന്തൊക്കെയാണ്, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്നുള്ള നമ്മുടെ ഭാവങ്ങളൊക്കെ ഒന്ന് ഉടയട്ടെ. മൺകുടങ്ങൾ ഉടയട്ടെ. ഇന്ന് പകൽ കാഹളമൂതത്തെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാകട്ടെ. ദൈവത്തിന്റെ കരം ചലിപ്പിച്ച് വലിയ വിടുതലുകൾ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. അങ്ങയുടെ ഹൃദയത്തിനകത്ത് ചില ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി തരാൻ പോകുന്നത് ഇങ്ങനെയാണ്. ചില മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, കർത്താവേ, എൻ്റെ ചില ചോദ്യങ്ങളുടെ മറുപടി കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.